Hello friends, welcome to Ernest Academy. അപ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് 30 days വീഡിയോ സീരീസിൻ്റെ പാർട്ട് 5 ആണ് ഇന്നത്തെ നമ്മുടെ സെഷൻസ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി പോർഷനാണ് ഇന്ന് കവർ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു ഓവറോൾ ടോപ്പിക്സ് വന്നിരുന്നത്. ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇറിഗേഷൻ, ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, ഇത്രയും ടോപ്പിക്സ് കഴിഞ്ഞ സെഷനിൽ കവർ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോപ്സും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസും. ക്രോപ്സ് എന്ന് പറയുമ്പോൾ ടൈപ്സ്, വാട്ടർ റിക്വയർമെൻറ്റ്, അതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്രോപ്സിൽ ഈ സെക്ഷനിൽ പല ക്രോപ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് സോൺ ചെയ്യുന്നത് എപ്പോഴാണ്, ഹാർവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ആ ഒരു പീരീഡ് പറയുന്നുണ്ട്, ആ പീരീഡ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ്, കൂടുതലായിട്ട് എക്സാമ്പിൾസ് നല്ലതായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക, എക്സാംസിന് ചോദിക്കാറുണ്ട്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു പോർഷൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് റാബി ക്രോപ്സ്, സോൺ ഇൻ ഓട്ടം, സെപ്റ്റംബർ ടു നവംബർ, ഹാർവസ്റ്റഡ് ഇൻ സ്പ്രിംഗ്, ഫെബ്രുവരി ടു മാർച്ച്. കണ്ടില്ലേ, ഈ പീരീഡൊക്കെ പറയുന്നുണ്ട്. ഈ പീരീഡൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്സ് നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിനായാലും ഓരോ ടോപ്പിക്സിനായാലും ഓർത്തിരിക്കാൻ എന്തെങ്കിലും ട്രിക്സും അത് കോഡുകളായിട്ടും ഒക്കെ ഓർത്തിരിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി ഇതെല്ലാം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. കൂടുതലായിട്ടും എക്സാമ്പിളാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ. ഓൾസോ നോൺ ആസ് വിൻ്റർ ക്രോപ്സ്, റാബി ക്രോപ്സിനെ വിൻ്റർ ക്രോപ്സ് എന്നും അറിയപ്പെടാറുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. വീറ്റ്, ബാർലി, പൊട്ടറ്റോ, പീസ്, ടൊബാക്കോ, മസ്റ്റാർഡ്. സോ നിങ്ങൾക്ക് എത്രത്തോളം എക്സാമ്പിൾസ് ഓർത്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിച്ചു വെച്ചിരിക്കാം. നമുക്ക് അടുത്ത ക്രോപ്സ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഖാരിഫ് ക്രോപ്സ്. ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ സോൺ ഇൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതായത് ജൂലൈ ടു സെപ്റ്റംബർ പീരീഡ് ആണ് വരുന്നത്. ആൻഡ് ഹാർവസ്റ്റഡ് ഇൻ ഓട്ടം, പീരീഡ് പറയുന്നുണ്ട് ഒക്ടോബർ ടു നവംബർ ആണ്. ഓൾസോ നോൺ ആസ് മൺസൂൺ ക്രോപ്സ്. ഖാരിഫ് ക്രോപ്സിനെ മൺസൂൺ ക്രോപ്സ് എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾസ്: റൈസ്, മെയ്സ്, ഗ്രൗണ്ട് നട്ട്, കോട്ടൺ, പൾസസ്, ടീ, കോഫി, ജോവർ, സോയാബീൻ, ടർമറിക്. ഇത്രയുമാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ തന്നെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. കൂടുതലായിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് റാബി ക്രോപ്സിനെയും ഖാരിഫ് ക്രോപ്സിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഖാരിഫ് ക്രോപ്സിനായിരിക്കും 2 to 3 times മോർ വാട്ടർ റിക്വയർഡ് ആണ് എന്തിനെക്കാട്ടി, റാബി ക്രോപ്സിനെ കാട്ടി. അപ്പോൾ സ്ഥലമാണ്, ഏരിയ ആണെങ്കിൽ ഖാരിഫ് ക്രോപ്സിന് കുറവും റാബി ക്രോപ്സിന് കൂടുതലായിട്ട് വേണ്ടി വരാറുണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ഒന്നും കൂടെ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് സെയ്ദ് ക്രോപ്സ്, കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് ഇൻ്റർവെൽ ബിറ്റ്വീൻ റാബി ആൻഡ് ഖാരിഫ് ക്രോപ്സ്. അതായത് റാബിയുടെ ഖാരിഫിൻ്റെ ആ പീരീഡ്സിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ സെയ്ദ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് ഏപ്രിൽ ടു ജൂലൈ. ഓക്കെ. ഇതിനെ ഓൾസോ നോൺ ആസ് സമ്മർ ക്രോപ്സ് എന്നും അറിയപ്പെടാറുണ്ട്. എക്സാമ്പിൾസ് പറയുന്നുണ്ട്: പംകിൻ, കുക്കുംബർ, വാട്ടർമെലോൺ, എക്സെട്ര. അങ്ങനത്തെ ഉള്ള ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഈ സെയ്ദ് ക്രോപ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പെരനിയൽ ക്രോപ്സ്. പെരനിയൽ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. പെരനിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ആണ്. അപ്പോൾ പെരനിയൽ ക്രോപ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് വളരാൻ ഒരു ഇയർ ഫുള്ളായിട്ട് വേണ്ടി വരും. അതിന് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു ഇയർ തന്നെ എടുക്കും. ഓക്കെ, നോക്കാം. ടേക്സ് ഫുൾ ഇയർ ഫോർ മെച്യൂരിറ്റി, റിക്വയർസ് ഇറിഗേഷൻ വാട്ടറും ആവശ്യമായിട്ട് വരും. അതായത് ത്രൂ ഔട്ട് പല കാലാവസ്ഥകളുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ കാലാവസ്ഥയിലെല്ലാം ഇതിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അപ്പം ഇറിഗേഷൻ വാട്ടർ അത്യാവശ്യമായിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എക്സെട്ര. ഷുഗർ കെയിൻ ഒക്കെ നമുക്കറിയാം അല്ലേ, ഒരു ഇയർ ഫുള്ളായിട്ട് എടുക്കും മെച്യൂരിറ്റി ആവാൻ വേണ്ടിയിട്ട്. ഇനി ഡ്രൈ ക്രോപ്സ്. ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ഇതാണ്. ഡ്രൈ ക്രോപ്സും ഉണ്ട്, വെറ്റ് ക്രോപ്സും ഉണ്ട്. അത് തങ്ങളിലുള്ള വ്യത്യാസം അത് ആ വേർഡിങ്ങിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ഡെഫിനിഷൻ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ക്യാൻ ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ. എന്താ, ഇറിഗേഷൻ വാട്ടർ ഇല്ലാതെയും വളരാൻ സാധിക്കുന്ന ക്രോപ്സിനെയാണ് ഡ്രൈ ക്രോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ്, ബാർലി, ഓട്സ്, എക്സെട്ര. ഇനി നോക്കുകയാണെങ്കിൽ അടുത്തെന്ന് പറയുന്നത് വെറ്റ് ക്രോപ്സ് എന്ന് പറയുന്നത് എന്താ, cannot be grown without irrigation water. ഇറിഗേഷൻ വാട്ടർ ഇല്ലാതെ അതിന് വളരാൻ സാധിക്കില്ല. അങ്ങനത്തെ ക്രോപ്സിനെ പറയുന്നതാണ് എന്ത്, വെറ്റ് ക്രോപ്സ് എന്ന്. ഇതിനും എക്സാമ്പിൾസ് പറയുന്നുണ്ട്:
പാടി, മെയ്സ്, ഷുഗർ കെയിൻസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡ്രൈ ക്രോപ്സും വെറ്റ് ക്രോപ്സും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ കുറച്ച് ടേംസ് ആണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേംസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ടേംസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ റീഡ് ചെയ്ത് പോവുക. ഫസ്റ്റ് ടേം ക്രോപ്പ് റേഷ്യോ. ക്രോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഇൻ റാബി സീസൺ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഇൻ ഖാരിഫ് സീസൺ. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് ക്രോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. എന്താ, റാബി സീസണും ഖാരിഫ് സീസണും ആ സീസണിൽ ഇറിഗേറ്റ് ചെയ്യുന്ന ലാൻഡിന്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ ആണ് എന്താ നമ്മൾ ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം റാബി നമുക്കറിയാം, റാബി ക്രോപ്സിന് വേണ്ടിയിട്ടുള്ള ഏരിയയെക്കാട്ടിൽ കുറവായിരിക്കും ഖാരിഫ് ക്രോപ്സിന്. അപ്രോക്സിമേറ്റ്ലി ഹാഫ് തന്നെ മതി റാബി ക്രോപ്സിനെക്കാട്ടിൽ. അപ്പം നമുക്ക് ഈ ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് നമുക്ക് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോപ്പ് പീരീഡ്. ഒരു ഇമ്പോർട്ടൻറ്റ് ടേം തന്നെയാണ്. ദ ടൈം ഫ്രം ദ ഇൻസ്റ്റന്റ് ഓഫ് സോയിങ് ടു ദ ഇൻസ്റ്റന്റ് ഓഫ് ഹാർവെസ്റ്റിംഗ്. അതെന്താണ്, സോയിങ് ചെയ്യുന്ന സമയം മുതൽ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന സമയം വരെയുള്ള ആ ടൈം പീരീഡിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെടി ആ മണ്ണിൽ എത്ര നാൾ നിൽക്കുന്നു ആ ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതിനോട് റിലേറ്റ് ചെയ്ത അടുത്ത ടൈമാണ് ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ടൈം ഫ്രം ദ ഫസ്റ്റ് വാട്ടറിങ് ഓഫ് ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് സോയിങ് ടു ദ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. സോ എന്താ പറയുന്നത്, ഫസ്റ്റ് വാട്ടറിങ് ഓഫ് ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് സോയിങ് ടു ദ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. എന്താ, ഒരു ചെടി നട്ട് ആദ്യം വെള്ളം ഒഴിക്കുന്ന സമയം മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം സപ്ലൈ ചെയ്യുന്ന ടൈമില്ലേ, ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, ക്രോപ്പ് പീരീഡിനെക്കാട്ടിൽ എന്തായാലും കുറവായിരിക്കും ബേസ് പീരീഡ് എന്ന് പറയുന്നത്. കുറച്ച് ക്രോപ്സിൻ്റെ എന്താ ബേസ് പീരീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കതും കൂടെ ഒന്ന് പഠിക്കാം. റൈസിനാണെങ്കിൽ ബേസ് പീരീഡ് എപ്പോഴും ഡേയ്സിലായിരിക്കും പറയുന്നത്, അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. റൈസിന് 120 ഡേയ്സ്, വീറ്റിന് 120 ഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ ഉള്ളതൊക്കെ ഓർത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഷുഗർ കെയിൻ ആണെങ്കിൽ 360 ഡേയ്സ്, കോട്ടൺ ആണെങ്കിൽ 220 ഡേയ്സ്. ഇത്രയാണ് ബേസ് പീരീഡ്സ്. അത് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്നതും മുമ്പ് കാലങ്ങളിൽ ചോദിച്ചിരുന്നതും അറേഞ്ച് ചെയ്താണ് ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. സോ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈം ആണ് അല്ലേ, എല്ലാവരും കേട്ട് പഴകിയ ഒരു ടൈം ആയിരിക്കും ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഡിഫൈൻഡ് ആസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ 1 cubic of water supplied continuously for an entire base period of the crop. അതെന്താ, ഏരിയ ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ 1 cubic, ഒരു ക്യുമക്ക് വാട്ടർ കൊണ്ട് എത്രമാത്രം ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് പറയുന്നുണ്ട്, എന്താണ് ഹെക്ടർ പെർ ക്യുമക്ക്. അപ്പോൾ ഇതിൽ നിന്ന് ന്യൂമറിക്കൽസും വരാറുണ്ട്. ഇത് യൂണിറ്റ് എന്താണ് ഹെക്ടർ പെർ ക്യുമക്ക്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഏരിയ ബൈ ഡിസ്ചാർജ് ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് ഏരിയ ബൈ ഡിസ്ചാർജ്. അപ്പം ഏരിയ ഒരു ക്യുമക്ക് ഡിസ്ചാർജ് കൊണ്ട് എത്രമാത്രം ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കാൻ, നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ അത് സഹായമായിരിക്കും. ഓക്കെ, ഇൻഡിക്കേറ്റ്സ് ഇറിഗേഷൻ കപ്പാസിറ്റി. ഇറിഗേഷൻ കപ്പാസിറ്റിയാണ് നമ്മൾ ഡ്യൂട്ടി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഡ്യൂട്ടി ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. ലൈനിങ് ഓഫ് ദ കനാൽ. ലൈനിങ് ഓഫ് ദ കനാൽ എന്ന് പറയുമ്പോൾ എന്താ, കോൺക്രീറ്റ് ലൈനിങ്. അപ്പോൾ എന്താ, വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ തന്നെ വാട്ടർ നമുക്ക് കൂടുതലായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റുള്ളതിനെക്കാട്ടിൽ അല്ലാത്ത സോയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, പെർക്കുലേഷനൊക്കെ കാരണം കുറച്ച് ലോസസ് ഉണ്ടാവും. ആ ലോസസ് ഇല്ലാതെ തന്നെ കോൺക്രീറ്റ് ലൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. സ്യൂട്ടബിൾ പ്രിപ്പറേഷൻ ഓഫ് ദ ലാൻഡ്. അതെന്താ, ഈ ഉണക്ക് സമയങ്ങളിലൊക്കെ നമ്മുടെ സമ്മർ സീസണിലൊക്കെ എന്താണ് ഉഴുതുമറിച്ച് ഒക്കെ നമ്മൾ ഇവാപ്പറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള മെത്തേഡ്സ് സ്വീകരിക്കും. അങ്ങനത്തെ ഉള്ള സ്യൂട്ടബിൾ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ് എന്ത് ചെയ്യും, ഡ്യൂട്ടി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും.
നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡോപ്റ്റിംഗ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ നമ്മൾ പഠിച്ച ഒരു മെത്തേഡ് ഓഫ് ഇറിഗേഷൻ പഠിച്ചിരുന്നു. ഫറോ, അതുപോലെ സ്പ്രിംഗ്ലർ, ഡ്രിപ്പ് ഇറിഗേഷൻ, അതൊക്കെ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് എന്താ ഡ്യൂട്ടി ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് ഒരേ സമയത്ത് പല ക്രോപ്സ് മാറി മാറി മണ്ണിൽ, അതായത് ഫീൽഡിൽ നമുക്ക് ട്രൈ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡ്യൂട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് ക്രോപ്സിൻ്റെ ഡ്യൂട്ടി കൂടെ നോക്കാം. ഡ്യൂട്ടിയുടെ യൂണിറ്റ് പഠിച്ചു വെച്ചിരിക്കുക, ഹെക്ടർ പെർ ക്യൂമക്. റൈസിന് 900 ഹെക്ടർ പെർ ക്യൂമക്, വീറ്റ് 1800 ഹെക്ടർ പെർ ക്യൂമക്, ഷുഗർ കെയിൻ ആകുമ്പോൾ 800 ഹെക്ടർ പെർ ക്യൂമക്, കോട്ടൺ ആകുമ്പോൾ 600 ഹെക്ടർ പെർ ക്യൂമക്. ഇതുകൂടി ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് ഡെൽറ്റ. ഓക്കെ, ഡ്യൂട്ടി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെൽറ്റ. ഇത് രണ്ടിൽ നിന്നും ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂമറിക്കൽസിനും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സബ്ജക്റ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഡെൽറ്റ. ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ ബേസ് പീരീഡ്. എൻറ്റയർ ബേസ് പീരീഡിൽ നമുക്ക് ആ ക്രോപ്പിനുള്ള കംപ്ലീറ്റ് ഗ്രോത്തിന് വേണ്ട വാട്ടറിൻ്റെ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഓർ സെൻറ്റിമീറ്റർ. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ എന്താ, വോളിയം ബൈ ഏരിയ. ഓക്കെ, ഈ റിലേഷൻ കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സഹായമാകും. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് ക്രോപ്സിൻ്റെ ഡെൽറ്റ വാല്യൂ കൂടെയാണ് നമ്മൾ നോക്കുന്നത്. സെൻറ്റിമീറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. റൈസിന് 120 സെൻറ്റിമീറ്റർ, വീറ്റ് 40 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിൻ 120 സെൻറ്റിമീറ്റർ, കോട്ടൺ 50 സെൻറ്റിമീറ്റർ. അപ്പം ഇത്രയും, ഇത് നിങ്ങളെ ഓരോ ടേബിളും കൊടുത്തിട്ടുള്ള ഇത്രയും ടേബിൾ കാണാതെ തന്നെ പഠിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് നോക്കാം. ഈ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ന്യൂമറിക്കൽസിലും വേണം, അതുപോലെ തന്നെ ഇത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസിലും ചോദിക്കാറുണ്ട്. ഡെൽറ്റ ഈക്വൽ ടു 8.64 B/D. ഇവിടെ എന്താണ്, ഡെൽറ്റ മീറ്ററിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഡെൽറ്റ ഇൻ മീറ്റർ. ബി എന്ന് പറയുന്നത് എന്താണ്, ബേസ് പീരീഡ് ഇൻ ഡേയ്സ്. കൂടാതെ തന്നെ ഡി എന്ന് പറയുന്നത് ഡ്യൂട്ടി ഇൻ ഹെക്ടർ പെർ ക്യൂമക്. സോ ഇതിൽ നമുക്ക് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആകുമ്പോൾ അത് 8.864 B/D എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻ. ഇത് തിരിച്ചും മറിച്ചും PSCയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ടേമാണ് മിക്സഡ് ക്രോപ്പിംഗ്. മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് ഗ്രോയിങ് മോർ ദാൻ വൺ ക്രോപ്പ് സൈമൾട്ടേനിയസ്ലി ഓൺ ദ സെയിം ലാൻഡ്. ഒന്നിലധികം വിളകൾ ഒരുമിച്ച് ഒരു ഫീൽഡിൽ വളരുകയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് വീറ്റ്, മസ്റ്റാർഡ് ഇവയൊക്കെയാണ്. ഒന്നിലധികം വിളകളായിരിക്കും ഒരുമിച്ച് ഒരു ഫീൽഡിൽ വളരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് ഓഫ് ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഈച്ച് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. ഒന്നിടവിട്ടായിരിക്കും വിളകൾ ഫീൽഡിൽ മാറിയായിരിക്കും ട്രൈ ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് എന്ത്, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എന്ത് ഹെൽപ്പ് ചെയ്യും, ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ് ആൻഡ് ലാൻഡ് പ്രൊഡക്ടിവിറ്റി. അത് ക്രോപ്പിൻ്റെ ഈൽഡ് കൂട്ടാനും ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈമാണ് പാലിയോ ഇറിഗേഷൻ. പാലിയോ ഇറിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ക്രോപ്പ് സോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ലാൻഡ് പ്രിപ്പറേഷൻ ഉണ്ട് അല്ലേ. ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ അപ്ലൈ ചെയ്യാറുണ്ട്. ആ അപ്ലൈ ചെയ്യുന്ന വാട്ടർ, അങ്ങനെ ചെയ്യുന്ന ഇറിഗേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്. ക്രോപ്പ് സോ ചെയ്യുന്നതിന് മുന്നേ ഉള്ള വാട്ടറിങ്ങിനെയാണ് പറയുന്നത് എന്ത്, ഫസ്റ്റ് വാട്ടറിങ്. ഈ ഓരോ ടൈമും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പാലിയോ ഇറിഗേഷൻ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ടൈം കോർ വാട്ടറിങ് ആണ്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ് ആണ് പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം കോർ വാട്ടറിങ്. കോർ വാട്ടറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ക്രോപ്പ് വളർന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, കോർ വാട്ടറിങ് എന്ന്. ഓക്കെ ആണല്ലോ.
ഫസ്റ്റ് വാട്ടറിംഗ് വിച്ച് ഈസ് ഗിവൺ ടു എ ക്രോപ്പ് വെൻ ഇറ്റ് ഈസ് എ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ. ഓക്കെ, ഇൻക്രീസസ് ക്രോപ്പ് ഈൽഡ് ആൻഡ് ലാൻഡ് പ്രൊഡക്ടിവിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോർ പീരീഡ് എന്താണെന്നാണ്. കോർ പീരീഡ് എന്ന് പറയുമ്പോൾ ദ പോർഷൻ ഓഫ് ദ ബേസ് പീരീഡ് ഡ്യൂറിങ് വിച്ച് കോർ വാട്ടറിംഗ് ഈസ് ഡൺ. ഈ ബേസ് പീരീഡിൻ്റെ തന്നെ ഒരു പോർഷനാണിത്. എന്താ, കോർ വാട്ടറിംഗ് ചെയ്യുന്ന ആ ഒരു പീരീഡിനെ പറയുന്നതാണ് എന്ത്, കോർ പീരീഡ് എന്ന്. അതുപോലെ തന്നെ കോർ ഡെപ്തും ഉണ്ട്. എന്താ, ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഡ്യൂറിങ് കോർ വാട്ടറിംഗ്. കോർ വാട്ടറിങ്ങിൻ്റെ സമയത്ത് ആവശ്യമായ വെള്ളത്തിൻ്റെ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി കോർ ഡെപ്തിന് വാല്യൂ ഉണ്ട്. കോർ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റയുടെ ഒരു പോർഷൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ, അതും സെൻറ്റിമീറ്റേഴ്സിലാണ് പറയുന്നത്. റൈസിന് 19 സെൻറ്റിമീറ്റർ, വീറ്റിന് 13.5 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിൻ ആവട്ടെ 16.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടേം ആണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ അഥവാ GCA. ഓക്കെ, ഇത് ഇനി അങ്ങോട്ടുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടിയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ടോട്ടൽ ഏരിയ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാൽ സിസ്റ്റം ഓർ ഡാം ഓർ ഇറിഗേഷൻ പ്രോജക്റ്റ്. അതെന്താ, ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ്, അതായത് ഡാം ആവാം കനാലാവാം എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ സർവ്ഡ് ബൈ ആൻ ഇറിഗേഷൻ പ്രോജക്റ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ അയാക്കട്ട് എന്നും പറയാറുണ്ട്, ഓൾസോ നോൺ ആസ് അയാക്കട്ട്. ഓൾട്ടർനേറ്റീവ് നെയിംസ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഗ്രോസ് കമാൻഡഡ് ഏരിയക്കകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൾച്ചറബിൾ ലാൻഡ്, ഹൗസസ്, റോഡ്സ്, പോണ്ട്സ്, വെൽ, ഫോറസ്റ്റ്, പാസ്റ്റേഴ്സ്, ഫാലോ ലാൻഡ്, വേസ്റ്റ് ലാൻഡ് ഇവയൊക്കെ ഉൾപ്പെടും. അതായത് നമ്മൾ കനാലിലൂടെ അല്ലെങ്കിൽ ഡാമിൻ്റെ നമ്മുടെ ഇറിഗേഷൻ സോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ആ സോഴ്സിലൂടെ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഏരിയയാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ ഉൾപ്പെടുന്നത്. ഇതിൽ തന്നെ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ രണ്ടായിട്ടുണ്ട്, കൾച്ചറബിൾ ഏരിയയും അൺകൾച്ചറബിൾ ഏരിയയും. അതായത് നമുക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്ന സ്ഥലമുണ്ട്, പറ്റാത്ത സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഇതിൽ കൾച്ചറബിൾ ഏരിയ എന്ന് പറയുന്നത് കൾച്ചറബിൾ ലാൻഡ്, പാസ്റ്റേഴ്സ്, ഫാലോ ലാൻഡ്, ഇത്രയാണ് നമുക്ക് കൾച്ചറബിൾ ലാൻഡായിട്ട് ഇതിൽ ഉൾപ്പെടുന്നത്. അൺകൾച്ചറബിൾ ലാൻഡ്സ് ആണ് ഹൗസസ്, റോഡ്സ്, പോണ്ട്സ്, വെല്ല്, ഫോറസ്റ്റ്, വേസ്റ്റ് ലാൻഡ് എന്നൊക്കെ പറയുന്നത്. ഫാലോ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ ഒരു വർഷത്തിൽ താഴെയായിട്ട് അവിടെ യാതൊരുവിധ അഗ്രികൾച്ചറിൻ്റെ യാതൊരു ക്രോപ്പ് റൊട്ടേഷനോ അങ്ങനെ യാതൊരുവിധ ഫീൽഡിൽ ഇറിഗേഷനോ അഗ്രികൾച്ചറോ ഒന്നും നടത്തിയിട്ടില്ലാത്ത ലാൻഡിനെയാണ് നമ്മൾ ഫാലോ ലാൻഡ് എന്ന് പറയുന്നത്. 5 വർഷമായിട്ട് യാതൊരുവിധ കൃഷിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ലാൻഡിന് നമ്മൾ വേസ്റ്റ് ലാൻഡ് എന്ന് പറയും. ഈ വേസ്റ്റ് ലാൻഡ് നമുക്ക് കൾച്ചറബിൾ ലാൻഡിൽ ഉൾപ്പെടുത്തത്തില്ല, നമ്മൾ ഇത് അൺകൾച്ചറബിൾ ലാൻഡായിട്ടാണ് കൂട്ടുന്നത്. പിന്നെ നമ്മുടെ പാസ്റ്റേഴ്സും കൾച്ചറബിൾ ലാൻഡിനകത്ത് ഉൾപ്പെടുന്നതാണ്. അവിടെ കൾട്ടിവേഷൻ നമുക്ക് സാധിക്കും. ഓക്കെ ആണല്ലോ. അതായത് ഗ്രോസ് കമാൻഡഡ് ഏരിയ GCA എന്ന് പറയുന്നത് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയും അൺകൾച്ചറബിൾ ഏരിയയും കൂടെ ചേർന്നതാണ്. ഓക്കെ ആണോ? അപ്പം കൾച്ചറബിൾ കമാൻഡഡ് ഏരിയക്കകത്ത് അപ്പം നമുക്ക് ഇതിനൊരു ഇക്വേഷൻ പോലെ തന്നെ കിട്ടും. അപ്പം നമുക്ക് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് GCA മൈനസ് അൺകൾച്ചറബിൾ ഏരിയ എന്നും എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ആണ്, അതായത് CC എന്നും പറയും. ഓക്കെ, ഏരിയ വേർ അഗ്രികൾച്ചർ ക്യാൻ ബി ഡൺ സാറ്റിസ്ഫാക്ടറിലി. ഓക്കെ ആണല്ലോ. CC എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു GCA മൈനസ് അൺകൾച്ചറബിൾ ഏരിയ. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമ്മൾക്ക് കൾച്ചറബിൾ കൾട്ടിവേബിൾ ഏരിയ ഉണ്ട്, കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ ഉണ്ട്. എന്താ, കൾച്ചറബിൾ ഏരിയ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നതും കൃഷി ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഏരിയകൾ. ഓക്കെ, നോക്കാം. കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് പോർഷൻ ഓഫ് CCA വിച്ച് ഈസ് ആക്ച്വലി കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസൺ. ഒരു പർട്ടിക്കുലർ സീസണിൽ അവിടെ അഗ്രികൾച്ചറൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ പോർഷൻ ഓഫ് CCA വിച്ച് ഈസ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസൺ. ക്ലിയർ ആണല്ലോ. CCAയും GCAയും നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ.
ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം തന്നെയാണ്. ഇതിൽ നിന്നും ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. എന്താ പറയുന്നത്? പെർസെൻറ്റേജ് ഓഫ് CCA പ്രപ്പോസ്ഡ് ടു ബി ഇറിഗേറ്റഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസൺ. എന്താ, ഒരു പർട്ടിക്കുലർ സീസണിൽ എത്ര CCAയുടെ എത്ര ശതമാനം ലാൻഡ് ഇറിഗേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെന്താണ് ഇൻറ്റൻസിറ്റി? എന്താ ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എത്രമാത്രം ഏരിയ ഇറിഗേറ്റഡ് ആയി എന്നാണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഈക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഏരിയ ഇറിഗേറ്റഡ് ബൈ CCA, പെർസെൻറ്റേജ് പറയുന്നതുകൊണ്ട് ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. ഇതൊരു പെർസെൻറ്റേജ് ആണ്. എന്താണ്? ഏരിയ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് വാട്ടറിങ്. 2 കോൺസിക്യൂട്ടീവ് വാട്ടറിങ്ങിനിടയുള്ള ടൈം ഇൻ്റർവെലിനെയാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത്രയും പഠിച്ച പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് തന്നെ പോവുക. നമ്മൾ വീഡിയോ സീരീസിൻ്റെ ഓർഡറിൽ തന്നെ ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക. കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുത്താൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എക്സാമിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു കാണും അല്ലേ? ചൂട് പിടിച്ചിരിക്കുകയാണ്, എക്സാം ഒക്കെ എത്താറായി. ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പഠിച്ച് തുടങ്ങിക്കോളുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.